കോതമംഗലത്തിന് സമീപം ഊന്നുകല്ലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളില്ലാത്ത വീടിന്റെ കുഴിയിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന്. ലാൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് ലാൽ? റിജിത്ത്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഏകദേശം 61 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ ജഡം വീടിൻ്റെ പിൻഭാഗത്തുള്ള ഒരു മാൻഹോളിനകത്ത് കണ്ടെത്തുന്നത്. ആരുടേതാണ് എന്ന് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. 2 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിൻ്റെ അനുമാനമായിട്ടുള്ളത്. ഈ നാഷണൽ ഹൈവേയോട് ചേർന്ന ഒരു ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വീട്ടിലാണ്, പിറകുവശത്തുള്ള ഒരു വീട്ടിൻ്റെ മാൻഹോളിനകത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇതൊരു വൈദികൻ്റെ വീടാണ്. ഇവരെ ആരും താമസമുണ്ടായിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൈദികൻ ഇവിടെ വന്നപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൻ്റെ താക്കോൽ പൂട്ട് തകർത്തതായിട്ടും ആ ഭാഗത്ത് ചോരത്തുള്ളികൾ കിടക്കുന്നതായിട്ടും കാണുകയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ആ സമയത്ത് പരിശോധന നടത്തിയെങ്കിലും പ്രധാനമായിട്ടും മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. അതിന് പിന്നാലെയാണ് 20-ാം തീയതിയാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവം, അതായത് വൈദികൻ വരുന്നതും പൂട്ട് തകർത്തായി കാണപ്പെടുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതുമെല്ലാം. അദ്ദേഹം പോയതിനു ശേഷം ഇന്ന് 2 ദിവസത്തിന് ഇപ്പുറമാണ് ഈ ബോഡി അവിടെ കണ്ടെത്തിയിരിക്കുന്നത്, മൃതദേഹം അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. കുറുപ്പുംപടി ഭാഗത്തുനിന്ന്, പെരുമ്പാവൂരിന് സമീപമുള്ള കുറുപ്പുംപടി ഭാഗത്ത് ഇതേ പ്രായത്തിലുള്ള ഒരു സ്ത്രീ മിസ്സിംഗ് ആയതായിട്ട് വിവരമുണ്ട്. അവരുടെ ബന്ധുക്കളോട് ഇവിടെ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഴുകിയ നിലയിലാണ് നിലവിൽ മൃതദേഹം എന്നുള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നീ കാര്യങ്ങളെല്ലാം സംശയിക്കുന്നുണ്ട് പോലീസ്. ദുരൂഹത ഇപ്പോഴും ഈ സംഭവത്തിലുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കൂ എന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.